ഇൻ്റഗ്രൽസ് പാർട്ട് 7ലേക്ക് സ്വാഗതം. മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷനിൽ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട NCERT എക്സസൈസ് 7.2 ടോട്ടൽ 39 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ 20 ചോദ്യം നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ആദ്യത്തെ ചോദ്യം നോക്കാം. 2x by 1 plus x square ഈ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമുക്ക് അറിയേണ്ട ഒരു കാര്യം എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 1 plus x square is equal to t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ dt by dx എന്താവും? 2x ആവും. അഥവാ 2x dx is equal to dt. അപ്പം നമ്മളുടെ ഇൻ്റഗ്രൽ 2x by 1 plus x square dx എങ്ങനെ മാറ്റി എഴുതാം? ഇൻ്റഗ്രൽ 1 by t dt. ഇത് ലോഗ് മോഡ് t plus c ആണ്. ടീനെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 1 plus x square ഓൾവേസ് പോസിറ്റീവ് ആണ്. അപ്പോൾ 1 പ്ലസ് ഒരു പോസിറ്റീവ് സംഖ്യ അതും പോസിറ്റീവ് ആയിരിക്കും. സോ ഈ മോഡിൻ്റെ ആവശ്യമില്ല. ലോഗ് 1 plus x square പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ലോഗ് മോഡ് എക്സ് ബൈ എക്സ് ലോഗ് മോഡ് എക്സ് ഹോൾ സ്ക്വയർ ബൈ എക്സ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? നോക്കിയാൽ മനസ്സിലാവും ഈ ലോഗ് മോഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അതിവിടെ ഉണ്ട്. സോ ലോഗ് മോഡ് എക്സിനെ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഡി ടി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1/x അഥവാ 1/x dx ഈസ് ഈക്വൽ ടു dt. നമ്മൾ ഈ ഒരു ഇൻ്റഗ്രലിൽ ടീൻ്റെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ടി സ്ക്വയർ ഡി ടി എന്ന് കിട്ടും. അതെന്താണ്? ടി ക്യൂബ് ബൈ 3 പ്ലസ് കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രേഷൻ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലോഗ് മോഡ് എക്സ് ഹോൾ ക്യൂബ് ബൈ 3 പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. മൂന്നാമത്തെ ചോദ്യം 1/x പ്ലസ് എക്സ് ലോഗ് എക്സ്. നമ്മളിത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് നോക്കിയാൽ മനസ്സിലാവും. എക്സ് ഇവിടെ കോമൺ ടേം ആണ് അല്ലേ? അതിങ്ങ് പുറത്തെടുത്താൽ 1/x × 1 പ്ലസ് ലോഗ് എക്സ്. ഇനി എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. 1 പ്ലസ് ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു ടി. അപ്പോൾ നമുക്ക് 1/x dx ഈസ് ഈക്വൽ ടു dt എന്ന് എഴുതാം. നോക്കിക്കേ, 1/x ഇവിടെ ഉണ്ട് അല്ലേ? അപ്പം ഇൻ്റഗ്രലിൻ്റെ ഫോമിൽ dx ഇവിടെ ഉണ്ട്. 1/x dx dt ആവും. 1 പ്ലസ് ലോഗ് എക്സ് ടി ആവും. സോ ടീൻ്റെ ടേംസിൽ ഇൻ്റഗ്രൽ 1/t dt. ഇനി സോൾവ് ചെയ്യാൻ സുഖമാണ്. ലോഗ് മോഡ് ടി പ്ലസ് സി, ടീൻ്റെ സ്ഥാനത്ത് 1 പ്ലസ് ലോഗ് എക്സ് എന്ന് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫോർത്ത് ക്വസ്റ്റ്യൻ, സൈൻ എക്സ് ഇൻറ്റു സൈൻ ഓഫ് കോസ് എക്സ്. ഇവിടെ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവിൻ്റെ ഒരു പാർട്ട് ഇവിടെ ഉണ്ട് അല്ലേ? മൈനസ് മാത്രമേ ഇല്ലാത്തുള്ളൂ. സോ എങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? കോസ് എക്സ് ഈസ് ഈക്വൽ ടു ടി, ഡി ടി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് അഥവാ മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി. ഇത് ഇൻ്റഗ്രൽ രൂപത്തിൽ എഴുതുമ്പോൾ ഇൻ്റഗ്രൽ സൈൻ എക്സ് സൈൻ ഓഫ് കോസ് എക്സ് ഡി എക്സ്, ഈ സൈൻ എക്സ് ഡി എക്സിൻ്റെ സ്ഥാനത്ത് മൈനസ് ഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ടീൻ്റെ ടേംസിൽ നമ്മൾ ഇൻ്റഗ്രൽ എഴുതുമ്പോൾ മൈനസ് ഇൻ്റഗ്രൽ സൈൻ ടി ഡി ടി എന്താണ്? മൈനസ് ഓഫ് മൈനസ് കോസ് ടി പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇതെന്താണ്? കോസ് ടി പ്ലസ് സി, ടീൻ്റെ സ്ഥാനത്ത് കോസ് എക്സ് എന്ന് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി. ഇത് ഡയറക്റ്റ് സോൾവ് ചെയ്യുന്നതിന് മുമ്പേ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യണം. നമുക്കറിയാം 2 sin x cos x എന്താണ്? sin 2x ആണ് അല്ലേ? സോ ഇവിടെ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ 2. 2 sin ഓഫ് എ എക്സ് പ്ലസ് ബി കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി നമുക്ക് എന്താക്കി എഴുതാം? sin 2 ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് എഴുതാം. സോ ഇൻ്റഗ്രൽ ഫോമിൽ ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രേഷൻ ഓഫ് sin 2 ഓഫ് എ എക്സ് പ്ലസ് ബി ബൈ 2 ഡി എക്സ്. ഇനി എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 2 ഓഫ് എ എക്സ് പ്ലസ് ബിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി ടി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 2a എന്ന് കിട്ടും. അഥവാ 2a ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി. ഇവിടെ നമുക്ക് ഡി എക്സ് മാത്രമേ ഉള്ളൂ അല്ലേ? സോ ഡി ടി ബൈ 2a, ഈ 1/2 നമ്മൾ ഇൻ്റഗ്രലിനെ പുറത്തേക്ക് എടുത്ത് എഴുതുന്നു. സോ ടീൻ്റെ ടേംസിൽ 1/2 ഇൻ്റഗ്രൽ സൈൻ ടി ഡി ടി ബൈ 2a. നമുക്ക് സോൾവ് ചെയ്യാൻ ഈസിയാണ്. 1/4a സൈൻ ടിൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ടി മൈനസ് കോസ് ടി ആണ്. സോ 1/4a ഇൻറ്റു മൈനസ് കോസ് ടി പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ടിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാൽ ലാസ്റ്റ് ആൻസർ മൈനസ് 1/4a കോസ് 2 ഓഫ് എ എക്സ് പ്ലസ് ബി പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ആറാമത്തെ ചോദ്യം, റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ആണ് അല്ലേ? സോ ഇവിടെ എവിടെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? എ എക്സ് പ്ലസ് ബിക്ക് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം എ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി അല്ലെങ്കിൽ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1/a ഡി ടി. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രൽ ടീൻ്റെ ടേംസിൽ എഴുതുമ്പോൾ എങ്ങനെയാവും? 1/a
ഇൻ്റഗ്രൽ ടി റേസ് ടു 1/2 ഡി ടി, ബിക്കോസ് ഡി എക്സിന് 1/a dt ആണ് അല്ലേ. അതാണ് ഈ 1/a പുറത്ത് വരാൻ കാരണം. റൂട്ട് ഓഫ് ax പ്ലസ് ബി റൂട്ട് ടി ആണ്, അഥവാ ടി റേസ് ടു 1/2 ആണ്. ഇനി ഇത് സോൾവ് ചെയ്യാൻ ഈസിയാണ്. 1/a ഇൻറ്റു ടി റേസ് ടു n+1/n+1, എന്നിൻ്റെ സ്ഥാനത്ത് 1/2, 1/2 പ്ലസ് 1/1/2 പ്ലസ് 1, അതായത് ടി റേസ് ടു 3/2/3/2. കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എഴുതാൻ മറക്കരുത്. ടിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അവസാനത്തെ റിക്വയർഡ് ആൻസറായി. ഏഴാമത്തെ ചോദ്യം, എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2. ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ഡി എക്സ് എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഇങ്ങനത്തെ കേസിലൊക്കെ മിക്കവാറും റൂട്ടിൻ്റെ ഉള്ളിൽ എന്താണോ അതിനായിരിക്കും ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു ടി, ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി. അപ്പോൾ ഇവിടെ ഒരു എക്സ് കിടപ്പുണ്ട്, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ടി മൈനസ് 2 എന്ന് എഴുതാം. ടീൻ്റെ ടേംസിൽ ഇൻ്റഗ്രൽ ടി മൈനസ് 2 ഇൻറ്റു റൂട്ട് ടി ഡി ടി. ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എക്സ്പാൻഡ് ചെയ്താൽ ടി റേസ് ടു 3/2 മൈനസ് 2t റേസ് ടു 1/2 എന്നാവും. ഇനി സോൾവ് ചെയ്യാൻ ഈസിയാണ്. ടി റേസ് ടു 3/2 പ്ലസ് 1 എന്താണ്? 5/2. സോ ടി റേസ് ടു 5/2/5/2 മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു 3/2/3/2 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ടീന് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റിക്വയർഡ് ആൻസറായി. എട്ടാമത്തെ ചോദ്യം നോക്കാം. എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 + 2x². അപ്പം ഈ ഒരു ഇൻ്റഗ്രലിൽ എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? റൂട്ടിൻ്റെ ഉള്ളിൽ എന്താണ്? 1 + 2x². 1 + 2x² ഈസ് ഈക്വൽ ടു ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4x dx ഈസ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. ഇവിടെ എക്സ് ഡി എക്സേ ഉള്ളൂ അല്ലേ. സോ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി ബൈ 4 ആയിരിക്കും. ടീൻ്റെ ടേംസിൽ എഴുതുമ്പോൾ ഇൻ്റഗ്രൽ റൂട്ട് ടി ഡി ടി ബൈ 4. ഇനി സോൾവ് ചെയ്യാൻ ഈസിയാണ്. 1/4 ഇൻറ്റു ടി റേസ് ടു 3/2/3/2 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ടീന് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒമ്പതാമത്തെ ചോദ്യം, 4x + 2 ഇൻറ്റു റൂട്ട് ഓഫ് x² പ്ലസ് x പ്ലസ് 1. റൂട്ടിൻ്റെ ഉള്ളിൽ എന്താണ്? x² പ്ലസ് x പ്ലസ് 1. ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി ടി ബൈ ഡി എക്സ് 2x പ്ലസ് 1 ആവും. ഇവിടെ 4x + 2 ആണല്ലേ. സോ 2 പുറത്തേക്ക് എടുത്ത് എഴുതിയാൽ 2 ഇൻറ്റു 2x പ്ലസ് 1. നമുക്ക് 2x പ്ലസ് 1 ഡി എക്സ് ആണ് ഡി ടി എന്ന് കിട്ടിയത്. സോ 2 ഇൻറ്റു 2x പ്ലസ് 1 ഡി എക്സ് 2 ഡി ടി ആയിരിക്കും. ടീൻ്റെ ടേംസിൽ എഴുതുമ്പോൾ ഇൻ്റഗ്രൽ 2 റൂട്ട് ടി ഡി ടി. ഇനി സോൾവ് ചെയ്യാൻ ഈസിയാണ്. 2 ഇൻറ്റു ടി റേസ് ടു 3/2/3/2 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാസ്റ്റ് ആൻസറായി. പത്താമത്തെ ചോദ്യം നോക്കാം. 1/x മൈനസ് റൂട്ട് എക്സ്. ഇത് ഡയറക്റ്റ്ലി സോൾവ് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് റീറൈറ്റ് ചെയ്യണം. റൂട്ട് എക്സ് ഡിനോമിനേറ്ററിൽ കോമൺ ആക്കി എടുക്കുന്നു. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാവും. ഇൻ്റഗ്രൽ 1/√x ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 1 ഡി എക്സ്. എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? റൂട്ട് എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു ടി, ഡി ടി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ് എന്ന് കിട്ടും. ഇവിടെ 1/√x dx ആണല്ലേ. സോ 1/√x dx ഈസ് ഈക്വൽ ടു 2 ഡി ടി എന്നാണ് കിട്ടുക. ടീൻ്റെ ടേംസിൽ എഴുതിയാൽ ഇൻ്റഗ്രൽ 2/t dt. സോൾവ് ചെയ്താൽ 2 log mod t പ്ലസ് സി. ടിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. ഇനി 11ാമത്തെ ചോദ്യം, എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 4. ഉറപ്പായിട്ടും എക്സ് പ്ലസ് 4നായിരിക്കും ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ഡി ടി ഈസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് കിട്ടും. ഇനി ടീൻ്റെ ടേംസിൽ എഴുതിയാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ് ഈസ് ഈക്വൽ ടു ടി മൈനസ് 4 ആണ്. ഇൻ്റഗ്രൽ ടി മൈനസ് 4/√t ഡി ടി. ഇതിനി സോൾവ് ചെയ്യാൻ ഈസിയാണ്. സിംപ്ലിഫൈ ചെയ്യാം. ഇൻ്റഗ്രൽ റൂട്ട് ടി മൈനസ് 4/√t ഡി ടി. ഇനി ഇതൊന്നും സോൾവ് ചെയ്താൽ മതി അല്ലേ. ഇൻ്റഗ്രൽ റൂട്ട് ടി ഡി ടി എന്താണ്? ടി റേസ് ടു 1/2 പ്ലസ് 1/1/2 പ്ലസ് 1, അതായത് ടി റേസ് ടു 3/2/3/2. അതുപോലെ തന്നെ -4 ടി റേസ് ടു -1/2, അതാണ് ഇവിടെ കാണുന്നത്. -4 ഇൻറ്റു ടി റേസ് ടു -1/2 പ്ലസ് 1 -1/2 പ്ലസ്, അതായത് ടി റേസ് ടു 1/2/1/2 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇനി ഒന്നും കൂടി സിംപ്ലിഫൈ ഒക്കെ ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 2/3t നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. ക്ഷമിക്കണം, 2/3 ടി റേസ് ടു 1/2 നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. സോ 2/3 ടി റേസ് ടു 1/2 ഇൻറ്റു ടി മൈനസ് 12 എന്ന് കിട്ടും. കാരണം ഇവിടെ 8 ഓൾറെഡി ഉണ്ട്. സോ 2/3 ഇൻറ്റു 12 ആണ് 8. അതുകൊണ്ടാണ് ഇവിടെ 8ന് പകരം 12 വന്നത്. ഇതാണ് ആൻസർ. ടീനെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാസ്റ്റ് ആൻസർ കിട്ടും. 12ാമത്തെ ചോദ്യം, x³ - 1 all raised to 1/3 x raised to 5 dx. നമുക്ക് ഡയറക്റ്റ്ലി സോൾവ് ചെയ്യുന്നതിന് മുമ്പേ ചെറുതായിട്ടൊന്ന് റീറൈറ്റ് ചെയ്യണം. ഒന്നുമില്ല, എക്സ് റേസ് ടു 5 x³ ഇൻറ്റു x² എന്ന് എഴുതുന്നു. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വൈകാതെ മനസ്സിലാവും. x³ - 1ന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 3x² dx ഈസ് ഈക്വൽ ടു dt എന്ന് കിട്ടും. ഇവിടെ x² dx ആണല്ലേ. സോ dt ബൈ 3. അതുപോലെ തന്നെ ഒരു x³ ഉണ്ട്. x³ സ്ഥലത്ത് t+1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക.
നമുക്കിങ്ങനെ കിട്ടും. ഇൻ്റഗ്രൽ ടി റേസ് ടു 1/3 ഇൻറ്റു ടി പ്ലസ് 1 ഡി ടി ബൈ 3. ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ 1/3 ഇൻ്റഗ്രൽ ടി റേസ് ടു 4/3 പ്ലസ് ടി റേസ് ടു 1/3 ഡി ടി. ഇനി സോൾവ് ചെയ്യാൻ ഈസിയാണ് അല്ലേ? എന്താണ് എക്സ് റേസ് ടു എൻ, ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്താണ് എക്സ് റേസ് ടു എൻ പ്ലസ് 1/n+1. അത് വെച്ചങ്ങ് ചെയ്താൽ മതി. നമുക്ക് ഇങ്ങനെ കിട്ടും. ടിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാസ്റ്റ് ആൻസറും കിട്ടും. ഓക്കെ അല്ലേ? ഇനി 13th ക്വസ്റ്റ്യൻ. x² മൈനസ് 2 + 3x³ ഹോൾ ക്യൂബ് എന്തിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരിക? ഉറപ്പായിട്ടും 2 + 3x³ കാരണം ഇവിടെ ഒരു ഇതിൻ്റെ ഡെറിവേറ്റീവായിട്ട് വരുമ്പം നമുക്ക് എന്ത് കിട്ടും? 9x² എന്ന് കിട്ടും. സോ ആ ഒരു ഡെറിവേറ്റീവിൻ്റെ പാർട്ട് ന്യൂമറേറ്ററിലുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 2 + 3x³ = t, 9x² dx = dt. നമുക്ക് ഇങ്ങനെ ടീൻ്റെ ടേംസിൽ മാറ്റി എഴുതാൻ പറ്റും. എന്താണ് 2 + 3x³ t ആണ്. x² dxൻ്റെ സ്ഥലത്ത് dt/9 എന്ന് എഴുതാം. ആ 1/9 ഇൻ്റഗ്രലിനെ പുറത്തേക്ക് എടുത്ത് എഴുതി. ഇതിനെ സോൾവ് ചെയ്താൽ 1/t⁻³ എന്ന് വെച്ചാൽ എന്താ? t⁻³ അല്ലേ? സോ ഇൻ്റഗ്രൽ t⁻³ dt എന്താവും? t⁻³ + 1 / -3 + 1. സോ 1/9 ഇൻറ്റു t⁻²/-2 + c. ടിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാസ്റ്റ് ആൻസറിലേക്ക് എത്തും. അടുത്ത ചോദ്യം നോക്കാം. 1/x ഇൻറ്റു log x ഹോൾ റേസ് ടു m. ഇവിടെ log xന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് 1/x ഇവിടെ ഓൾറെഡി ഉണ്ട്. സോ t = log x 1/x dx = dt. അപ്പം ഇൻ്റഗ്രൽ dt/t⁻m ആവും. ഇത് സോൾവ് ചെയ്യാൻ നമുക്കറിയാം. ടീന് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാസ്റ്റ് ആൻസറായി. 15th ക്വസ്റ്റ്യൻ നോക്കാം. x/9 - 4x². ഇവിടെ 9 - 4x² നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -8x dx. നമുക്കിവിടെ x dx ഉണ്ടല്ലേ? സോ x dx = dt/-8 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ഇതിനെ സോൾവ് ചെയ്യാൻ നമുക്കറിയാം. ടിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാസ്റ്റ് ആൻസറായി. അടുത്തതായി 16th ക്വസ്റ്റ്യൻ. e⁻²x + 3 എവിടെയായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 2x + 3 = t. അപ്പോൾ dt = 2 dx എന്ന് കിട്ടും. സോ dx മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് dt/2 എന്ന് എഴുതാം. നമുക്ക് ഇതിൻ്റെ ടേംസിൽ 1/2 ഇൻ്റഗ്രൽ e⁻t dt. സിമ്പിളാണല്ലേ? ടിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാസ്റ്റ് ആൻസറായി. 17ാമത്തെ ചോദ്യം. x/e⁻x². എന്തിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? x² ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ dt/dx = 2x അഥവാ x dx = dt/2. ടീൻ്റെ ടേംസ് മാറ്റി എഴുതിയാൽ ഇങ്ങനെ കിട്ടും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 1/e⁻t e⁻t. ഇനി ഇത് സോൾവ് ചെയ്താൽ 1/2 ഇൻറ്റു e⁻t /-1 + c അഥവാ -1/2 e⁻t + c. ടിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാസ്റ്റ് ആൻസറായി. 18th ക്വസ്റ്റ്യൻ. e⁻tan 1x / 1 + x². എന്തിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? tan 1xന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. dt/dx എന്ത് കിട്ടും? 1/1 + x² അഥവാ dt = 1/1 + x² dx. ഓൾറെഡി അവിടെ ഉണ്ട് അല്ലേ? സോ ടീൻ്റെ ടേംസിൽ ഈ ഒരു ഇൻ്റഗ്രൽ ഇങ്ങനെ മാറ്റി എഴുതാം. സോൾവ് ചെയ്യൽ എളുപ്പമായി. ടിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാസ്റ്റ് ആൻസറായി. അടുത്ത ചോദ്യം കുറച്ച് വലുതാണ്. സോ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുന്നു. e⁻2x - 1 / e⁻2x + 1. ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും e⁻x വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? e⁻x - e⁻−x / e⁻x + e⁻−x. ഇനിയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഡിനോമിനേറ്ററിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് dt/dx = e⁻x - e⁻−x. ഇതാ ഈ ന്യൂമറേറ്റർ അല്ലേ അത്? അപ്പോൾ നമ്മളുടെ ഇൻ്റഗ്രൽ ടീൻ്റെ ടേംസിൽ ഇങ്ങനെ മാറ്റി എഴുതാം. ഇൻ്റഗ്രൽ dt/t ബിക്കോസ് e⁻x + e⁻−xന് ടി എന്ന് കൊടുത്തു. e⁻x - e⁻−x dx എന്താണ്? dt ആണ്. ഇതുപോലെയാവും. സോ ലോഗ് മോഡ് t + c. ടിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാസ്റ്റ് ആൻസറായി. ഈ വീഡിയോ ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം. ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൻ്റെ വിത്ത് റെസ്പെക്ട് എക്സ് ഡെറിവേറ്റീവിൻ്റെ പാർട്ടാണ്. അതായത് ടി = ഡിനോമിനേറ്റർ കൊടുക്കുക. dt/dx = 2 × e⁻2x - 2 × e⁻−2x. ഈ 2 ഒന്ന് കോമൺ ആക്കി എടുത്താൽ ഇങ്ങനെ കിട്ടും. നോക്കിക്കേ, ഈ e⁻2x - e⁻−2x ഈ ഫംഗ്ഷൻ്റെ ന്യൂമറേറ്ററാണ്. അപ്പം dxും കൂടി കൂട്ടിയാൽ നമുക്ക് dt/2 എന്ന് ഈ മുഴുവൻ മുകളിലുള്ള e⁻2x - e⁻−2xനും dxനും കൂടി dt/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും.
സോ നമ്മളുടെ ഇൻ്റഗ്രൽ ടീൻ്റെ ടേംസിൽ ഇങ്ങനെയാവും 1/2 log mod t പ്ലസ് സി. ടിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാസ്റ്റ് ആൻസറായി. ഈ ചോദ്യത്തോടെ നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ക്ലാസ്സിൽ എക്സസൈസ് 7.2-ലെ 21 മുതൽ 39 വരെയുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതോടെ എക്സസൈസ് 7.2 മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് തീരും. ഈ വീഡിയോ ക്ലാസ് കണ്ട് മനസ്സിലാക്കിയ എല്ലാവർക്കും നന്ദി.